ഇന്നുണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചക്കക്കറിയാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. കുറച്ച് മീൻചാറോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് തനിയെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയുള്ള കാര്യമാണ്. ചക്ക ഈ രീതിയിൽ കറി വയ്ക്കുമ്പോൾ നല്ല മൂത്ത് വിളഞ്ഞിട്ടുള്ള ചക്കയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ചക്ക അരിഞ്ഞ് നല്ലോണം കഴുകി ഒരു ചട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാത്രത്തിൽ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും അതിൽ ചക്കയുടെ പകുതിയിൽ താഴെയുള്ള വെള്ളമാണ് വേണ്ടത്. ആ ഒരു കണക്കിന് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ജീരകം, 1-2 ചുവന്നുള്ളി, 7-8 വെളുത്തുള്ളി അല്ലികൾ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. കൂടെ തന്നെ 3 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചക്കയ്ക്ക് അരയ്ക്കുമ്പോൾ എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടത് ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് 3 മുന്നിട്ട് നിൽക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചക്ക ഏകദേശം ഒരു അരവേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഇത് അരപ്പിനെ ഉള്ളിലോട്ടാക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിരിക്കാം. അപ്പോൾ ആ ഒരു അരപ്പ് ഇതിൽ നിന്നൊന്ന് വെന്ത് കിട്ടും. ഇനി ഇത് തുറന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അരപ്പും ആ ഒരു ചക്കയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു റൗണ്ട് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ല കുത്തി ഉടച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം. എല്ലാം നല്ലോണം ഉടഞ്ഞ് നല്ല കുഴമ്പായി വന്നതിന് ശേഷം ഒന്ന് ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കറി റെഡി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.